ഇവിടെ ഇതാ നാട്ടിൻ പുറത്തെ ഒരു സർക്കാർ ആശുപത്രി. ഈ സർക്കാർ ആശുപത്രിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എന്റെ ദൈവമേ, രാവിലെ തുറന്നു വെച്ച ആശുപത്രിയാ, ഒരൊറ്റ മനുഷ്യനില്ല. കണക്കിന് പോയി ഇത് തല്ലിപ്പൊടിച്ച് ഞാൻ വേറെ വല്ല പണിക്കും പോകും, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമസ്കാരം. എടോ നമസ്കാരം ഇങ്ങനെയാണ്, അല്ലാതെ ഇങ്ങനെയല്ല. അതാണ് എന്റെ കുഴപ്പം. എന്തെന്ന്? ഈ കൈ മടങ്ങിയില്ല, താഴത്തേക്ക് പോവുകയില്ല. അതാണ് കുഴപ്പം. അതെ അതെ. കൈ താഴൂല്ല, ഇതാണ് പ്രശ്നം. അതെ. നോ ഹാൻഡ് ബ്രിങ് അപ്പ് യുവർ ബോഡി. അതെ അതെ അല്ലേ? ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഞാൻ. അതെ, പിന്നെ ഭയങ്കര സ്പെഷ്യലിസ്റ്റ്. എനിക്ക് വിശ്വാസമാണ്. ഞാൻ നോക്കട്ടെ. ആ, ശരിയാക്കോളൂ. ഇതാണ് ഇതിന്റെ കുഴപ്പം. ഇതെന്ത് പ്രശ്നം? ഇത് കൈയാണ്. ഇത് ഇങ്ങോട്ട് മാറി. നിനക്ക് വല്ല ടോള് പിരിവിനും പോയി ജീവിക്കാൻ പാടില്ല. നോക്കട്ടെ ഏട്ടാ. ഇതാണ് കുഴപ്പം. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. ഇതാണ് പ്രശ്നം അല്ലേ? വേറെ ഡോക്ടർമാരെ കാണിച്ചോ? പിന്നെ പല ഡോക്ടർമാരെ കാണിച്ചു, ഒരു കുറവില്ല. ഒരു കുറവുമില്ല. എല്ലാവരും കാണിച്ചിട്ട് അവസാനമാണ് എന്നെ കാണാം. അതല്ലേ? ഒരു കുറവുമില്ല. ഒരു കുറവില്ല. ഒരൊറ്റ മിനിറ്റ് ഞാൻ മാറ്റി തരട്ടെ. പെട്ടെന്ന് മാറ്റിച്ചാ. നേഴ്സുമാർക്ക് ആകെ നടക്കടായിരുന്നു. കൈ താന്നില്ലേ? അയ്യോ, കൈ ശരിയായി. കൈ താന്നു. എന്റെ ദൈവമേ, വലഞ്ഞ കാണിച്ചിട്ട് ശരിയാക്കാൻ ഭയങ്കര പരിപാടിയല്ലേ ഞാൻ. വലിയ ഉപകാരം. ഫീസാ? ഫീസ് എടുത്തില്ല. ഇങ്ങനെ കൈ ഇരുന്നാ പേഴ്സ് എടുക്കാൻ പറ്റില്ല. കൈ ഇങ്ങനെ ഇരുന്ന ആരും ഫീസ് എടുക്കാതെ വന്നേക്കണം. ഫീസ് എടുത്തില്ല. ഫീസ് എടുത്തില്ലല്ലേ? അപ്പൊ നീ ഫീസ് എടുത്തിട്ടില്ല അല്ലേ? ഇല്ല. കുഞ്ഞിക്കുഞ്ഞായിട്ട് പോയിക്കോ. ആരെങ്കിലും 10 വയസ്സ്. എന്നൊന്നും ചെയ്യല്ലേ, എനിക്ക് കയ്യെത്താൻ പറ്റിപ്പോയതാ. മേലല്ലേ ഞാൻ മരുന്ന് മാറി. ഞാൻ പറയട്ടെ, എന്റെ മകൻ ജയൻ. ഈശ്വര, ജയന്റെ അച്ഛനാണോ? എന്റെ പൊന്നു ദൈവമേ, ജയന്റെ എത്ര സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. മീശ മാധവൻ, ആദ്യത്തെ കൺമണി, ആരൂഢം, വാർത്തകൾ, കിരീടം, ചെങ്കോല്, ഇതിലെല്ലാം ജയന്റെ അഭിനയം എത്ര മനോഹരമായി. പറയട്ടെ, എന്നാ പറ. ഞാൻ ജയന്റെ അച്ഛനല്ല. ജയന്റെ അച്ഛനല്ല, പിന്നെ താനാരുടെ അച്ഛനാണോ? എന്റെ മകൻ വാസു. അവനെന്താ? അവന് ജയന്റെ സിനിമയൊക്കെ കണ്ട് ജയനെ പോലെ നടക്കും, ജയനെ പോലെ ചിരിക്കും, ജയനാന്നും പറഞ്ഞ അവൻ നടക്കണത്. ഈശ്വര, ജയന്റെ അസുഖമാണോ? അതെ. ജയന്റെ അസുഖം എന്നെ കൊണ്ട് മാറ്റാൻ പറ്റൂല. ജയന്റെ അസുഖം ഡോക്ടറെ മാറ്റാൻ പറ്റൂ. ജയനാണല്ലോ. അതെ. സുരേഷ് ഗോപി അല്ലല്ലോ. അല്ല. എന്നാലും സുരേഷ് ഗോപിയുടെ അസുഖം പിടിവിട്ടോണ്ട് ഒരുത്തിന് ഇങ്ങോട്ട് കയറി വന്നു. അവൻ ഇവിടെ മുഴുവൻ വെടിവെച്ചിട്ട് അവസാനം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിട്ട് അവൻ പോയത്. പോണ പോക്കിനവനൊരു സാധനം പറഞ്ഞു. എന്തെന്ന്? സിറ്റുന്നാണോ? അത് തന്നെ. അത് സുരേഷ് ഗോപി തന്നെ. ആട്ടെ, തന്റെ മോന് കാണുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാ? ഇവനെന്താ കുഴപ്പമെന്നാ? എന്റെ പൊന്നു ഡോക്ടർ, ഈ അസുഖം തുടങ്ങിയ പിന്നെ മിടിയും ടോപ്പിട്ട് ഏതെങ്കിലും ഒരു പെങ്കൊച്ച റോട്ടിൽ പോയാ സീമേലും പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. മാത്രാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു 10 മാസം നിറഞ്ഞേക്കുന്ന ഒരു ആടുണ്ടായിരുന്നു. ഈ ആടിനെ കുതിരയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ തടവി അത് ചത്തുപോയി. അവര് കേസ് കൊടുത്തേക്ക്. അപ്പൊ ഇതൊക്കെയാണ് അവന്റെ കുഴപ്പം. അവന്റെ പേരെന്താ പറഞ്ഞ? വാസു. വാസു എന്ന് പറഞ്ഞു വിളിച്ചാ വരില്ല. സീമയുടെ സൗണ്ടിൽ ജയേട്ടാ എന്നെ രക്ഷിക്കൂന്ന് പറഞ്ഞാ പറഞ്ഞെത്തു അവൻ. സീമ അവന്റെ വീക്ക്നെസ് ആണ്. അതെ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചു നോക്ക്. കണ്ടിട്ടില്ല. എന്റെ പൊന്നു ദൈവമേ, ഈ തോട്ടപ്പുഴുവിന്റെ മേത്താണ് ജയം പിടിച്ചേക്കണം. തോട്ടപ്പുഴു എന്നൊക്കെ പറയല്ലേ? പാമ്പ് കടിക്കും. കടിച്ചു. മൂർഖം പാമ്പായതുകൊണ്ട് നാണം കിട്ടില്ല. നീർക്കോലിയായിരുന്നെങ്കിൽ നാറിപ്പോയനെ. വൃത്തിയോട് കാണിക്കണ്ട, അതിനെ തല്ലി കൊല്ലടാ. കൊല്ലടാ. ഇവനെ ഞാൻ തല്ലിക്കൊല്ല, പിന്നെ ഇവനെ ഞാൻ സ്നേഹിച്ചു കൊല്ലൂ. ചെണ്ടിത്തരം കളിക്കുന്നോളെ പട്ടി. പാമ്പിനെ കയറിയ പട്ടി എന്ന് വിളിക്കുന്നത്. അത് ശരി. എന്താ അവന്റെ പേര് പറഞ്ഞ? വാസു. മോനെ വാസു. വെറും വാസു അല്ല, പിന്നെ എങ്ങനെയാണ് വൈക്കോലും കയറ്റിക്കൊണ്ട് ഏതെങ്കിലും വണ്ടി പോയി കഴിഞ്ഞാൽ പറഞ്ഞ എന്താണെന്നറിയാമോ? ജഗ് പോണതാണെന്ന്. ഒരു പ്ലേറ്റിൽ ഇഡ്ഡലി തിന്നാൻ കൊടുക്കാനേ പാടില്ല. അതെന്താടോ? അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ആണെന്ന്. അത് ശരി. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകാനേ പാടില്ല. അതെന്താ? ട്രെയിൻ പിടിച്ച് വലിക്കും. എന്തിന്? അവന്റെ ബെൽറ്റ് ആണെന്ന്. ദൈവമേ, എണീക്കാൻ പാൻ ജീവനില്ലാത്ത ഇവനാണ് ഇതൊക്കെ ചെയ്യണത്. എല്ലു കുത്തി കയറി ചാവും. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ. എന്താ നിന്റെ പണി? ശശിമിശ്രയുടെ കൂടെ കോൺക്രീറ്റ് പണിക്ക് പോകുന്നു. മനസ്സിലായ? ശശിമേശ്വരിയുടെ കൂടെ വാർക്കപ്പണിക്ക് പോകുന്നു എന്നാണ് ആ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ പണി ഇല്ലേടോ? ഇപ്പൊ പണിയില്ലേന്നോ? ഇവന് പണി കൊടുത്തത് അവർക്ക് വലിയ പണിയായില്ലേ? എന്താ? തമിഴ്നാട്ടിൽ നിന്ന് അന്യായ വില കൊടുത്തുകൊണ്ടുവന്ന കമ്പി മൊത്തം ഒറ്റയ്ക്ക് ഇവനിരുന്ന് വളച്ചു കളഞ്ഞു. എടോ, വാർക്കപ്പണിയാകുമ്പോ പിന്നെ കമ്പി വളയ്ക്കാനുള്ളതല്ലേ? വളച്ചോട്ടെ. ഇത് മൊത്തം സീമയുടെ വളയാണെന്ന് പറഞ്ഞു കുരുകുരാന്ന് പറഞ്ഞു വളച്ചു കളഞ്ഞു. എടോ, ഞാൻ ഇതാണ് പറഞ്ഞത്. ഈ വക കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ ഈ ജയന്റെ അസുഖം മാറ്റാൻ എന്നെ കൊണ്ട് പറ്റൂല. ജയന്റെ അസുഖം മാറ്റാൻ ഡോക്ടർക്ക് പറ്റൂ. എടോ, ഞാൻ തപസ് ചെയ്താലും ഈ അസുഖം എന്നെ കൊണ്ട് മാറ്റാൻ പറ്റൂല. ജയന്റെ അസുഖം മാറ്റാൻ ഡോക്ടർക്ക് പറ്റും. ജയന്റെ അസുഖം മാറ്റാൻ എന്നെ കൊണ്ട് പറ്റൂല. പറ്റൂലോ? എന്താ പറ്റൂലാത്തെന്നാ? എടോ, ഇതേ അസുഖവുമായിട്ട് 10-20 കൊല്ലമായി ഇവിടെ ചികിത്സയിൽ കഴിയുന്ന 5-6 വേറെ ഉണ്ടോ? എവിടെ? മക്കളെ,
ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. കൂട്ടിപ്പോയി കിടക്കപ്പോ ഒരു ജയന്റെ അസുഖം മാറി. ഈശ്വര, ഒരു ജയന്റെ അസുഖം മാറിയോ? എന്റെ പൊന്നു ദൈവമേ, എന്റെ ഇത്രയും നാളത്തെ ചികിത്സ കൊണ്ട് ഒരുത്തിന്റെങ്കിലും അസുഖം ഭേദമാക്കാൻ എന്നെ കൊണ്ട് സാധിച്ചല്ലോ. ഇതൊക്കെ എന്താണോ? ഇത് അവൻ ഷർട്ടും പാന്റൊക്കെ അഴിച്ചു വെച്ച് അവൻ പണിക്ക് പോകുമ്പോഴാണ്. ദൈവമേ, എന്നിട്ട് അവൻ എവിടെ? എവിടെ? കൊമ്പിൽ കിലുക്കും കെട്ടി പുള്ളരിങ്ങ പന്തുരുട്ടി, നാടങ്ങ കുഞ്ഞിക്കുളം പഠിച്ചോടിക്കോ കാളെ മടിക്കാതെ. കൊമ്പിൽ കിലുക്കും കെട്ടി പുള്ളരിങ്ങ പന്തുരുട്ടി, നാടം വച്ച കുഞ്ഞിക്കുളം പഠിച്ചോടിക്കോ കാളെ മടിക്കാതെ. കണ്ണിൽ വിളക്കും വച്ച് കന്നിപ്പൂം പെണ്ണൊരുത്തി, ദൂരെയൊരു കൂരയിൽ എന്നെയും തേടിത്തളർന്നിരുപ്പാണേ. മനോഹരങ്ങളായ ഗാനങ്ങൾ വളച്ചൊടിച്ച് വൃത്തികേടാക്കുന്ന ഒന്നാണ് പാരഡി ഗാനങ്ങൾ എന്ന് പരക്കെ ഒരു പ്രചാരണമുണ്ട്. ഞങ്ങൾ അതിന് എതിര് നിൽക്കുന്നില്ല. എങ്കിലും ചില സമയങ്ങളിൽ ചില പാരഡി ഗാനങ്ങൾ കേട്ടിരിക്കാൻ വളരെ രസമാണ്. ഇവിടെ ഇതാ വളരെ മനോഹരമായ ഒരു ഗാനം. ഈ ഗാനത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു നാവുണ്ടെങ്കിൽ എന്തു ഞാൻ വിളിക്കും, നിന്നെ എന്തു ഞാൻ വിളിക്കും. എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്തു ഞാൻ വിളിക്കും, നിന്നെ എന്തു ഞാൻ വിളിക്കും. എനിക്കും ഒരു ബാറുണ്ടെങ്കിൽ ഡെയിലി ഞാൻ കുടിക്കും, പൈലി ഡെയിലി ഞാൻ കുടിക്കും. അത് ഫുള്ളെന്നോ പൈൻ്റെന്നോ ഒരു മൈൻഡും ചെയ്യാതെ. എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്തു ഞാൻ വിളിക്കും, നിന്നെ എന്തു ഞാൻ വിളിക്കും. കണ്ണെന്നോ കരളെന്നോ കലമാൻ മിഴിയെന്നോ. എനിക്കും ഒരു ബാറുണ്ടെങ്കിൽ ഡെയിലി ഞാൻ കുടിക്കും, പൈലി ഡെയിലി ഞാൻ കുടിക്കും. കൂട്ടത്തിലോർത്തല്ല ചങ്ക് വെട്ടിപ്പറിച്ചാലും തനിക്കൊന്നും നോവില്ല. പക്ഷേ എവരുടെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ തനിക്കൊക്കെ നോവും. മോഹൻദാസിന്റെ ഉദ്ദിഷ്ട അമേദ്യം കൂട്ടിക്കുറച്ച് 4 നേരം ഇഷ്ടാംഗം വെട്ടിയടിക്കുന്ന തനിക്ക് ആ പേര് ചേരൂ, എനിക്ക് ആ പേര് ചേരില്ല. ഐ ആം ഭരചന്ദ്രൻ. സുരേഷ് ഗോപിയെ പോലൊരു മോനുണ്ടായാൽ ഞാനെന്തവനെ വിളിക്കും, പൈലി ഞാനെന്തവനെ വിളിക്കും. പുല്ലെന്നോ ഷിറ്റെന്നോ ജസ്റ്റ് ഡിസംബർ ദാറ്റെന്നോ. ദിലീപിനെ പോലവൻ ചെക്കുമാ നടക്കുമോ വിലങ്ങുമോ. എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്തു ഞാൻ വിളിക്കും,
ഞാൻ കുടിക്കും. ഷക്കിലയെ പോലൊരു മോളുണ്ടായാൽ ഞാനെന്തവളെ വിളിക്കും പൈലി, ഞാനെന്തവളെ വിളിക്കും. എന്നോ ഷോ എന്നോ ഡ്രൈവിംഗ് സ്കൂൾ എന്നോ, എന്നോ ഷോ എന്നോ അതോ ഡ്രൈവിംഗ് സ്കൂൾ എന്നോ, വീടിൻ്റെ യുടെ ഷേപ്പിലായി പണിതിടും. എനിക്കും ഒരു ബാറുണ്ടെങ്കിൽ ഡെയിലി ഞാൻ കുടിക്കും പൈലി, ഡെയിലി ഞാൻ കുടിക്കും പൈലി, ഡെയിലി ഞാൻ കുടിക്കും പൈലി, ഡെയിലി വാളടിക്കും.